ആയുധധാരികളായ ഇന്ത്യൻ ജവാന്മാരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ മാത്രം കായിക ബലമോ ആയുധബലമോ അവർക്കില്ലെന്ന തെറ്റിദ്ധാരണയാണ് അപകടം വരുത്തിവച്ചത്. Symbols flicker in the dark unseen. Old truths whisper what they mean. Neon veins pulse through the sea. ആസാമിലെ മലഞ്ചെരുവിലെ കാട്ടുപാതയിലൂടെ ഒറ്റക്ക് നടക്കുമ്പോൾ കാമാഖിയിലെ ആരാചാരന്മാരുടെ വാളിന്റെ വായ്ത്തലയിൽ പിടയുന്ന കുട്ടികളുടെ ദീനരോധനം എന്റെ കാതുകളിൽ കാറ്റായി മുഴങ്ങിക്കൊണ്ടിരുന്നു. ബ്രഹ്മപുത്ര തടത്തിലെ മറ്റൊരു അപരിഷ്കൃത സമൂഹമാണ് നാഗന്മാർ. ഇവിടെ നാഗന്മാരെന്ന് വിളിക്കുന്നത് നാഗാലാൻഡുകാരെയല്ല, മനുഷ്യമാംസം ഭക്ഷിക്കുന്ന ഒരു പ്രത്യേക വിഭാഗക്കാരെയാണ് ഇവിടെ നാഗന്മാർ എന്ന് വിളിക്കുന്നത്. ബോംബായിലായിരുന്ന സമയത്ത് ഇൻഫൻട്രി ക്യാപ്റ്റൻ RP ചന്തുലാലിനൊപ്പം ബ്രഹ്മപുത്രാതടത്തിൽ സ്റ്റിൽസ് എടുക്കാൻ പോയ സംഭവം ഞാൻ ഓർത്തെടുത്തു. ബ്രഹ്മപുത്രാതടത്തിലൂടെയുള്ള ഒരു റൂട്ട് മാപ്പ് നിർമ്മാണമായിരുന്നു ആർമിയുടെ ദൌത്യം. ദിവസങ്ങളോളം നീണ്ട ട്രക്ക് യാത്ര. ഒടുവിൽ ക്ഷീണിച്ചവശരാകുന്ന ഞങ്ങൾ രാത്രിയിൽ ടെന്റുകളടിച്ച് അതാത് സ്ഥലങ്ങളിൽ ക്യാമ്പ് ചെയ്യും. ചതുപ്പു നിലങ്ങളും വെള്ളക്കെട്ടുകളും മാത്രം നിറഞ്ഞ ഈ പാഴ്ഭൂമിയിൽ പൊക്കം കുറഞ്ഞ കുറ്റിച്ചെടികളും കണ്ടൽ കാടുകളും മാത്രമാണ് കാണാനുള്ളത്. കഷ്ടപ്പാടും കടുത്ത തണുപ്പും മൂലം തളർന്ന ഞാൻ നല്ല വീര്യമുള്ള മിലിട്ടറി റമ്മടിച്ച് കമ്പിളിപ്പുതപ്പിനുള്ളിലേക്ക് ചുരുണ്ടു കയറി സുഖസുഷുപ്തിയിൽ ലയിച്ചു. വലിയൊരു ബഹളം കേട്ടാണ് രാവിലെ ഉണർന്നത്. രാത്രിയിൽ സെൻട്രികളായി നിന്നിരുന്ന 2 ജവാന്മാരെ കാണാനില്ലത്രേ. അവരുടെ തോക്കുകൾ അവർ നിന്നിരുന്ന സ്ഥലത്തു തന്നെ വീണുകിടന്നിരുന്നു. ചുറ്റുപാടും രക്തത്തുള്ളികളും കാണാനായി. ജവാന്മാരെ ചതുപ്പിലൂടെ വലിച്ചിഴച്ചുകൊണ്ടുപോയതിന്റെ അടയാളങ്ങൾ വ്യക്തമായിരുന്നു. ക്യാപ്റ്റൻ ചന്തുലാൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. വിഷം പുരട്ടിയ അമ്പുകൾ കൈവശമുള്ള നരഭോജികളായ നാഗന്മാർ ഈ പ്രദേശത്തുണ്ടെന്ന് അറിയാമായിരുന്നെങ്കിലും ആയുധധാരികളായ ഇന്ത്യൻ ജവാന്മാരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ മാത്രം കായിക ബലമോ ആയുധബലമോ അവർക്കില്ലെന്ന തെറ്റിദ്ധാരണയാണ് അപകടം വരുത്തിവച്ചത്. ആവശ്യത്തിലധികം ആയുധബലമുള്ള ഏതൊരു ലോക മിലിട്ടറിക്കും സംഭവിക്കാവുന്ന ഒരു പിഴവാണിത്. നെറുകയിൽ അടിയേറ്റവനെ പോലെ ക്യാപ്റ്റൻ ചന്തുലാൽ തളർന്നിരുന്നു. എന്നാൽ ഞൊടിയിടയിൽ മനസ്സംയമനം വീണ്ടെടുത്ത ക്യാപ്റ്റൻ ഹെഡ്ക്വാർട്ടേഴ്സുമായി ബന്ധപ്പെട്ടു. നഷ്ടപ്പെട്ട ജവാന്മാരെ തെരയുന്നതിനായി വായുസേനയുടെ ഹെലികോപ്റ്ററുകൾ ചുഴലിക്കാറ്റുപോലെ പറന്നെത്തി. പകൽ മുഴുവൻ തെരഞ്ഞിട്ടും ജവാന്മാരുടെ പൊടി പോലും കണ്ടെത്താനായില്ല. അതോടെ വാശികേറിയ ക്യാപ്റ്റൻ ക്യാമ്പിന്റെ സുരക്ഷിതത്വത്തിനായി 4 ഭാഗത്തും സെർച്ച് ലൈറ്റുകൾ സ്ഥാപിച്ചു. നിറതോക്കുകളുമായി ജവാന്മാരെ ക്യാമ്പിന്റെ 4 കോണുകളിലും കാവൽ നിർത്തി. കൂടാതെ 4 മരങ്ങൾക്ക് മുകളിൽ ഒരു പ്ലാറ്റ്ഫോം നിർമ്മിച്ച് ക്യാപ്റ്റൻ ഒറ്റയ്ക്ക് ഓട്ടോമാറ്റിക് ഗണ്ണും പിടിച്ച് അന്നു രാത്രി നാഗന്മാരുടെ വരവിനായി കണ്ണിൽ എണ്ണയൊഴിച്ചു കാത്തിരുന്നു. പതിവ് പോലെ മിലിട്ടറി റമ്മടിച്ച് കമ്പിളിപ്പുതപ്പിനുള്ളിൽ കയറിക്കൂടിയ ഞാൻ സുഖസുഷുപ്തിയിൽ ലയിച്ചു. ഉറക്കമളച്ചിരിക്കുന്ന ഏവരും അല്പമൊന്ന് മയങ്ങിപ്പോകുന്ന സമയമാണ് രാവിലെ 4 മണി. മരത്തിനു മുകളിൽ നിർമ്മിച്ച പ്ലാറ്റ്ഫോമിൽ നിറതോക്കുമായി കാത്തിരുന്ന ക്യാപ്റ്റൻ അല്പമൊന്ന് മയങ്ങിപ്പോയി. ആ സമയം ഓർക്കപ്പുറത്ത് ഇരുട്ടിൽ നിന്നും തുരുതുര പാഞ്ഞുവന്ന അസ്ത്രങ്ങളിൽ ചിലത് ക്യാപ്റ്റന്റെ കാലുകളിൽ തറച്ചു കയറി. ഒരലർച്ചയോടെ ക്യാപ്റ്റൻ കാഞ്ചി വലിച്ചു. ക്യാമ്പിന് ചുറ്റുമുള്ള ഇരുട്ടിലേക്ക് ഡസൻ കണക്കിന് വെടിയുണ്ടകൾ ചീറിപ്പാഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ സർവത്ര ശാന്തത. ബഹളം കേട്ട് ഞാൻ ഉറക്കമുണർന്നു പുറത്തേക്കിറങ്ങി. അപ്പോഴേക്കും ജവാന്മാർ ക്യാപ്റ്റനെ താഴെ ഇറക്കി കഴിഞ്ഞിരുന്നു. അവർ ക്യാപ്റ്റന്റെ കാലിൽ തറച്ച അമ്പുകൾ വലിച്ചൂരിയെടുത്തു. നേരം പുലർന്നപ്പോഴേക്കും ആർമി ഹെലികോപ്റ്ററുകൾ സഹായത്തിനെത്തി. ക്യാപ്റ്റനെ അവർ ആശുപത്രിയിലെത്തിച്ചു. അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ കാൽമുട്ടിന് താഴേക്കുള്ള രക്തസഞ്ചാരം പൂർണ്ണമായി നിലച്ചിരുന്നു. ഡോക്ടർമാർക്ക് അദ്ദേഹത്തിന്റെ കാൽമുട്ടിന് താഴെ വെച്ച് മുറിച്ചു മാറ്റേണ്ടതായി വന്നു. ബ്രഹ്മപുത്രാതടത്തിലെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തിവെക്കാനും ക്യാമ്പ് ക്ലോസ് ചെയ്ത് മടങ്ങാനും ആർമി ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും ഓർഡർ വരികയും ഞങ്ങൾ ക്യാമ്പ് ക്ലോസ് ചെയ്ത് മടങ്ങുകയും ചെയ്തു. അങ്ങനെയുള്ള ചില പഴയകാല സംഭവങ്ങളെക്കുറിച്ച് ഓരോന്നാലോചിച്ചും വഴി ചോദിച്ചും ഞാൻ ചിറാപുഞ്ചി മലയുടെ മുകളിലുള്ള ഗുരു പ്രണദോഷി ബാബയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. ഇവിടെ ഞാൻ കണ്ട അസാധാരണമായ കാഴ്ചകളും അനുഭവങ്ങളും നിങ്ങളുമായി പങ്കുവയ്ക്കാം അടുത്ത ശനിയാഴ്ച ഇതേ സമയം. Thank you for watching. Stay tuned for the next episode. Goodbye.